നമസ്കാരം. 26 ദിവസം നീണ്ടുനിന്ന നിരാഹാര സമരം അത് അവസാനിപ്പിക്കാൻ രാഹുൽ ഗാന്ധിയുടെ കൈകളിൽ നിന്ന് ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം മാത്രം മതിയായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷ നടന്നില്ലെന്നാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് പ്രമുഖ കാലാവസ്ഥാ പ്രവർത്തകനായ സോനം വാങ്ചുക്. രാഹുലിന്റെയും കോൺഗ്രസ് നേതൃത്വത്തിന്റെയും പ്രതികരണം നിരാശാജനകമായിരുന്നുവെന്നും അതാണ് പിന്നീട് ഭാര്യ ഗീതാഞ്ജലി ആഗ്മോ പരസ്യ വിമർശനവുമായി രംഗത്തെത്താൻ കാരണമായതെന്നും വാങ്ചുക് പറയുന്നു. രാജ്യത്തിന്റെ രാഷ്ട്രീയ ചർച്ചകൾക്ക് പുതിയ വഴിത്തിരിവാകുന്ന ഈ വെളിപ്പെടുത്തലിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം. തന്റെ 26 ദിവസം നീണ്ടുനിന്ന നിരാഹാര സമരം അവസാനിപ്പിക്കാൻ ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പിന്തുണ തേടിയെങ്കിലും അനുകൂല പ്രതികരണം ലഭിച്ചില്ലെന്ന വെളിപ്പെടുത്തലുമായി പ്രമുഖ കാലാവസ്ഥാ പ്രവർത്തകൻ സോനം വാങ്ചുക്. രാഹുൽ ഗാന്ധിയുടെ കൈകളിൽ നിന്ന് നാരങ്ങ വെള്ളം കുടിച്ച് സമരം അവസാനിപ്പിക്കാനായിരുന്നു താനും ഭാര്യ ഗീതാഞ്ജലി ആഗ്മോയും ആഗ്രഹിച്ചിരുന്നതെന്നും എന്നാൽ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് നല്ലൊരു പ്രതികരണം ഉണ്ടായില്ലെന്നും വാങ്ചുക് തുറന്നടിച്ചു. രാഹുൽ ഗാന്ധിക്കെതിരെ പിന്നീട് വിമർശനം ഉന്നയിച്ച ഭാര്യ ഗീതാഞ്ജലിയെ അവരെ പിന്തുണച്ചുകൊണ്ടാണ് വാങ്ചുക് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. എന്റെ സമരം രാഹുൽ ഗാന്ധിയെ കൊണ്ട് അവസാനിപ്പിക്കാനാണ് ഗീതാഞ്ജലി ആത്മാർത്ഥമായി ശ്രമിച്ചത്. പക്ഷേ അവർ രാഹുലിന് എതിരായിരുന്നില്ല. എന്നാൽ പ്രതികരണം നിരാശാജനകമായിരുന്നു. തുടർന്നാണ് അവർ പരസ്യമായി രാഹുൽ ഗാന്ധിക്കെതിരെ രംഗത്ത് വന്നത് എന്നാണ് വാങ്ചുക് പറഞ്ഞത്. തന്റെ സമരം അവസാനിപ്പിക്കുന്ന നിമിഷത്തിൽ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും നേതാക്കളും വിദ്യാർത്ഥി പ്രതിനിധികളും ഒരുമിച്ചുണ്ടാകണമെന്നാണ് താൻ ആഗ്രഹിച്ചിരുന്നതെന്ന് വാങ്ചുക് വ്യക്തമാക്കി. എന്നാൽ ജന്തർ മന്ദറിൽ നടന്ന സമരത്തിൽ പ്രതിപക്ഷ നേതാക്കൾ വളരെ വൈകിയാണ് എത്തിയത്. അർദ്ധരാത്രിയോടെ കേന്ദ്രമന്ത്രിമാർ എത്തിയപ്പോൾ താൻ സമരം അവസാനിപ്പിക്കുന്ന വാർത്ത ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമേ എല്ലാ പാർട്ടി നേതാക്കളുമായുള്ള ചിത്രങ്ങൾ പുറത്തുവിടാവൂ എന്ന് താൻ നിർദ്ദേശിച്ചിരുന്നു. ഇന്റലിജൻസ് ബ്യൂറോയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ ധാരണയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രകടനം നടത്താനുള്ള രാഹുൽ ഗാന്ധിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്തതോടെയാണ് ഗീതാഞ്ജലിക്കെതിരെ, അതായത് വാങ്ചുകിന്റെ ഭാര്യയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ സൈബർ ആക്രമണം ശക്തമായത്. BJPക്കും ഹിന്ദുത്വ ഗ്രൂപ്പുകൾക്കും എതിരെ തങ്ങൾ 4-5 തവണ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ BJP പ്രൊഫൈലുകൾ പ്രതികരിച്ചില്ല. അതേസമയം കോൺഗ്രസ് വ്യവസ്ഥിതി തന്നെയും ഭാര്യയും ക്രൂരമായി ട്രോളാൻ തുടങ്ങി. കോൺഗ്രസ് നേതൃത്വത്തിന്റെ സങ്കുചിതമായ ഈ സമീപനത്തിൽ വലിയ നിരാശയുണ്ടെന്നും വാങ്ചുക് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒരു ജനകീയ സമരത്തോട് കൂടുതൽ വിശാലമായ കാഴ്ചപ്പാടോടെ പ്രതിപക്ഷം നിലപാട് സ്വീകരിക്കണമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സോനം വാങ്ചുകിന്റെ ഈ വെളിപ്പെടുത്തൽ പ്രതിപക്ഷ രാഷ്ട്രീയത്തെയും കോൺഗ്രസ് നേതൃത്വത്തിന്റെ സമീപനത്തെയും കുറിച്ചുള്ള പുതിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ്. ജനകീയ സമരങ്ങളോട് രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെ പ്രതികരിക്കണം, ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ ഇത്തരം വിഷയങ്ങളിൽ ഉത്തരവാദിത്തത്തോടെ ഇടപെടേണ്ടതുണ്ടോ എന്ന ചോദ്യവും വീണ്ടും ഉയരുകയാണ്. അതേസമയം വാങ്ചുക് ഉന്നയിച്ച ആരോപണങ്ങളോട് കോൺഗ്രസ് നേതൃത്വം എന്തു മറുപടി നൽകുമെന്നതും ഇനി ശ്രദ്ധേയമായിരിക്കും. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? ജനകീയ സമരങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ കൂടുതൽ ഐക്യത്തോടെ പ്രവർത്തിക്കണമെന്നാണ് നിങ്ങൾ കരുതുന്നത് എങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ തത്തുമൈ TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. വെബ് ഡെസ്ക് തത്തുമൈ TV.